ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒക്കിനാവയുടെ ഈ മോഡൽ ഏതാണ് ബ്രോ? പ്രൈസ് പ്ലസ് ഇത് வந்து ഒക്കി90 ഇതാ ഇപ്പോൾ ഉള്ള പുതിയ മോഡൽ. ഇത് வந்து R30. ഈ മോഡലിന്റെ പേര് R30 മോഡൽ റിച്ച് പ്ലസ്. ഇത് வந்து പ്രൈസ് പ്രോ. ഓക്കെ, ഇത് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൻ്റെ ആണ് ചെയ്യുന്നത്. അതായത് ഒക്കിനാവ സ്കൂട്ടേഴ്സിൻ്റെ ആണ്. അതായത് കിങ് സ്റ്റാർ മോട്ടോഴ്സ് ഉണ്ട് നമ്മുടെ പരശ്ശിവയ്ക്കൽ, അതായത് ട്രിവാൻഡ്രം കന്യാകുമാരി റോഡിൽ പരശ്ശിവയ്ക്കലാണ് ഈ ഷോറൂം വരുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒക്കിനാവയുടെ കുറച്ച് മോഡൽസിനെ പരിചയപ്പെടുകയാണ്. അപ്പോൾ ഈ ഷോറൂമിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ നമ്മുടെ അടുത്ത് GM പ്രോജക്റ്റ് ബ്രോ. ഷോറൂം ഡീറ്റെയിൽസ് ഒന്ന് പറയുമോ? പറയാം, എന്തൊക്കെയാണ് വിഷയം? നമ്മളിപ്പോൾ ഷോറൂം வந்து നമ്മൾ തിരുവനന്തപുരം ബൈപ്പാസ് റോഡിലാണ് ഇരിക്കുന്നത്, കൊറ്റാമ അടുത്ത്. ഇതിൻ്റെ തൊട്ടടുത്ത് പാറശാലയിൽ ഒരു 5 കിലോമീറ്റർ. പാറശാലയ്ക്ക് 5 കിലോമീറ്റർ ഇതിനുണ്ട്. ഇങ്ങേൻ്റെ പക്കമാണ് ഉദയംകുളങ്കര. അതൊക്കെ ഇടയിലാണ് നമ്മൾ ഷോറൂം ഇരിക്കുന്നത്. നമ്മൾ ഷോറൂം வந்து തുടങ്ങി ഒരു 3-4 മാസമാണ്. നമ്മളുടെ ഇപ്പോൾ வந்து പ്രൈസ് പ്ലസ്, പ്രൈസ് പ്രോ, പിന്നെ ഒക്കി90 ഒരു പുതിയ മോഡൽ വന്നിട്ടുണ്ട്. പിന്നെ റിച്ച് പ്ലസ്, R30 ഇപ്പോൾ നമ്മൾ അവൈലബിൾ 5 മോഡൽ അവൈലബിൾ. എത്ര മോഡലുണ്ട്? ഒക്കിനാവ ഇപ്പോഴത്തെ 9 മോഡൽ വരെയൊക്കെ ഉണ്ട്. നമ്മളുടെ 5 അവൈലബിൾ ആയിരിക്കും. പിന്നെ അടുത്ത ലോഡിൽ വന്നിട്ട് ഒരു മോഡൽ ഇത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഒക്കിനാവയുടെ സർവീസ് നിങ്ങളോട് ചെയ്യുന്നുണ്ടോ? സർവീസ് എല്ലാം നടത്തുന്നു. ഓക്കെ ഓക്കെ, അപ്പോൾ പിന്നെ ഈ ഷോറൂമിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? നമ്മൾ ഈ വണ്ടി എടുത്ത ഒക്കിനാവയുടെ അഡ്വാൻറ്റേജ് എന്താണ് ഇലക്ട്രിക് സ്കൂട്ടറിൽ? ഒക്കിനാവ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ പെട്രോൾ നോക്കുമ്പോൾ ഒക്കിനാവ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടറിലെ ഏറ്റവും അധികം മൈലേജ് കിടക്കുന്നത് മൈലേജ് കൂടുതൽ ഒക്കിനാവയാണ്. ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറിൽ നിലവിൽ മൈലേജ് കൂടുതൽ ഒക്കിനാവ തന്നെ. എങ്ങനെയാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്? ഇത് നമ്മൾ പ്രൈസ് പ്ലസ് എന്ന് പറയുമ്പോൾ ഒരു ചാർജിക്ക് 140 കിലോമീറ്റർ ഒരു ചാർജിൽ. സ്പോർട്സ് മോഡല്ല, അല്ല എക്കോ മോഡലിൽ ഒരു ഓപ്ഷൻ ഇருக்கு. അത് നിങ്ങൾ ഇപ്പോൾ കൊടുക്കുമ്പോൾ கூட ஒரு 20-25 കിലോമീറ്റർ എക്സ്ട്രാ கிடைக்கும். 20 കിലോമീറ്റർ കൂടുതൽ. ലോഡിംഗ് കപ്പാസിറ്റി வந்து 150 കിലോ. ഓക്കെ, അപ്പോൾ ഈ ചാർജ് ചെയ്യാനായിട്ട് എത്ര സമയം എടുക്കും? ഇതിൽ வந்து என்ன ഫസ്റ്റ് 80% ചാർജ് ആവുമ്പോൾ 1 മണിക്കൂർ, ലാസ്റ്റ് 20% ചാർജ് ആവുമ്പോൾ 2 മണിക്കൂർ, മൊത്തം 3 മണിക്കൂർ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ മോഡൽ നമുക്ക് പരിചയപ്പെടാം. അപ്പം ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്നുള്ള ഷോറൂമിൻ്റെ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒക്കിനാവയുടെ ഈ മോഡൽ ഏതാണ് ബ്രോ? പ്രൈസ് പ്ലസ്. പ്രൈസ് പ്ലസ്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ രണ്ട് ഫീച്ചേഴ്സ് ഒക്കെ എന്തൊക്കെയാണ്? ഇതിലെ ഫീച്ചേഴ്സ് വരുമ്പോൾ ഇത് ഒരു ചാർജിക്ക് സ്പോർട്സ് മോഡലിൽ 140 കിലോമീറ്റർ പോകും. 140 കിലോമീറ്റർ. ഓക്കെ, എക്കോ മോഡൽ വരുമ്പോൾ നമ്മൾ 165 കിലോമീറ്റർ വரைக்கும் പോകും. എക്കോ മോഡൽ എന്ന് പറയുമ്പോൾ 0 to 35 കിലോമീറ്റർ സ്പീഡ് தான் പോകും വണ്ടി. സ്പോർട്സ് മോഡൽ വരുമ്പോൾ 0 to 72 കിലോമീറ്റർ സ്പീഡ് വரைக்கும் പോകും. ഓക്കെ, വണ്ടിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണുള്ളത്? ഇതിൽ வந்து உங்களுக்கு GPS ആഡ് ആയിരിക്കും. ഓക്കെ, പിന്നെ മൊബൈൽ ട്രാക്കിംഗ് ആഡ് ആയിരിക്കും. GPS ആണ്. ഓക്കെ, പിന്നെ ഈ സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഇതിൽ வந்து உங்களுக்கு 2 കീ 2 റിമോട്ട് കൊടുത്തിരിപ്പാங்க. 2 റിമോട്ടാണ് വരുന്നത്. 2 റിമോട്ട് 2 കീ. ഓക്കെ, ഇതിൽ നമ്മൾ ആദ്യം എന്താണ് സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഇത് ഓൺ ചെയ്തിട്ട് ഫസ്റ്റ് നമ്മൾ സീറ്റ് മെയിൻ സ്വിച്ചിങ് ആയിരിക്കും. അത് ഇവിടെയാണല്ലേ? ഇതാണ് എൻ്റെ ബാറ്ററി വരുന്നത്. ഇത് ബാറ്ററി വരും. ഇതിൽ தான் அதுக்கு സ്വിച്ച് വരും. ഫസ്റ്റ് നമ്മൾ இந்த സ്വിച്ച് ഓൺ பண்ணிட்டு ഓൺ ചെയ്തിട്ട് പിന്നെ ഇവിടെ ഇഗ്നിഷൻ കീ ഓൺ ചെയ്യണം. ഓൺ ചെയ്യണം. നമ്മൾ സാധാ വണ്ടി യൂസ് ചെയ്യുന്ന പോലെ അതേ സ്കീം തന്നെ. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേ വരും അല്ലേ? ഇല്ല, ഡിസ്പ്ലേ വന്നാലേ വണ്ടി ഓണായി. ഇതിൽ വേറെ എക്സ്ട്രാ ഓൺ ചെയ്യാൻ ഒരു സ്വിച്ച് ഇല്ല, ഒന്നുമില്ല. ഇത് ഡിസ്പ്ലേ ആണെങ്കിൽ വണ്ടി ഓണായി. പിന്നെ ഈ വണ്ടിയിൽ പുറത്തുള്ള സൈഡ് സ്റ്റാൻഡ് സെൻസർ ഉണ്ട്. ഓക്കെ, ഈ സൈഡ് സ്റ്റാൻഡ് എടുത്താൽ മാത്രമേ വണ്ടി മൂവ് ആവുള്ളൂ, ഇല്ലെങ്കിൽ വണ്ടി മൂവ് ആവത്തില്ല. സൈഡ് സ്റ്റാൻഡ് എടുത്താലേ വണ്ടി മൂവ് ആവുള്ളൂ. ഓക്കെ, വേറെ ഡിസ്പ്ലേയിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് വരുന്നത്? ഇതിൽ வந்து ഡിസ്പ്ലേയിൽ നമ്മൾ ടോട്ടൽ മീറ്റർ വരും, രണ്ടാമത് ട്രിപ്പ് മീറ്റർ വരും, മൂന്നാമത് வந்து ടൈം, നമ്മൾ எப்போ വണ്ടി സ്റ്റാർട്ട് பண்ணி எப்போ ஆஃப் பண்ணியமோ அந்த டைம் அதில் காணிக்கும். ஓகே, இதில் வந்து பேட்டரி அளவு நம்ம மொபைலில் காணிக்கிற மாதிரி மொபைலில் பேட்டரி காணிக்கும். அது சேம் ப்ரொசீஜர் ആണ്, ഓവർ കട്ട തന്നെ ഇറങ്ങും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഇത് ബ്രേക്ക് ആണ് കോമ്പി ബ്രേക്ക് ആണോ സിംഗിൾ ബ്രേക്ക്? ഇല്ല, സിംഗിൾ ബ്രേക്ക് തന്നെ. ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്ക്. ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത്. ஆமாம், ஃப்ரண்டும் பேக்கும் டிஸ்க் பிரேக் தான் வரும். டிஸ்க் ആണ് വരുന്നത്. ஆமாம், பேக்கில் உங்களுக்கு டபுள் சைக்காப்சர் வரும். நம்ம பெட்ரோல் வண்டியில் சிங்கிள் தான் வரும், ஆனால் இதில் டபுள் சைக்காப்சர் வரும். ரெண்டு பக்கம் வரும். ரெண்டு சைடு ஷாக் அப்சர் ഉണ്ട്. ஆமாம். ஓகே ஓகே, ரெண்டு பக்கம் வரும். ஓகே, இதில் பின்ன வந்து லைட் வந்து உங்களுக்கு எல்இடி ஆகும். எல்இடி லைட்ஸ் ആണ്. ஆமாம், ஹெட்லைட் வந்து உங்களுக்கு எல்இடி ப்ரொஜெக்ஷன் தான் வரும். ഇതിൽ പിന്നെ സ്പെഷ്യൽ എന്നാ ഹെഡ്ലൈറ്റ് ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. ഓൺ ഓഫ് ഉണ്ട്. ഡയറക്റ്റ് എപ്പോഴും കത്തി കിടക്കില്ല. കത്തി കിടക്കാൻ വേണ്ടി സെപ്പറേറ്റ് സൈഡിൽ വെച്ചിട്ടുണ്ട്. ഡിആർഎൽ വേറെ ഉണ്ട്. ഓക്കെ, നമ്മൾ ഹെഡ്ലൈറ്റ് സ്വിച്ച് നമ്മൾ ആവശ്യത്തിന് മാത്രമേ ഇട്ടാൽ മതി. അപ്പോൾ ഈ വീലൊക്കെ അലേ വീൽ തന്നെ. നമ്മൾ ടയർ അളവ് வந்து
ട്യൂബ്ലെസ് ടയർ വരും 90-12 ടയർ വരും. ട്യൂബ്ലെസ് ആണ് ടയർ. ട്യൂബ്ലെസ് ഫ്രണ്ടും ബാക്കും ട്യൂബ്ലെസ് തന്നെ. ട്യൂബ്ലെസ് ആണ്. ബാക്കും ഫ്രണ്ടും ഇതാണല്ലേ നമ്മുടെ ഡിസ്കാണ് വരുന്നത്. ബാക്കും ഫ്രണ്ടും ഡിസ്ക് വരും. ഡിസ്കാണ് വരുന്നത്. ഓക്കെ ഓക്കെ. ഇതിലെ ബാക്ക് உங்களுக்கு ചെയിലും LED തന്നെ വരും. എല്ലാം ഫുൾ LED എല്ലാം ഫുൾ LED தான். എല്ലാം ഇൻഡിക്കേറ്റർ ഹെഡ്ലൈറ്റ് എല്ലാം LED தான். ഓക്കെ ശരി. അപ്പോൾ നമ്മുടെ ഈ രാത്രി നമ്മൾ പോവാണെങ്കിൽ ചാർജ് കുറയുമോ ഇതിൻ്റെ? അതോ ഇല്ല അപ്പോഴൊന്നും ലൈറ്റ് പോവാണെങ്കിൽ ഇല്ല കുറയുന്നു. എല്ലാം സെയിം தான். പകലിലെ പോലെ ലൈറ്റ് പോലെ ഒരേ സെയിം ഇതിൽ തന്നെ നടക്കും. അപ്പം ഈ നമ്മുടെ ബാറ്ററി റിമൂവ് അല്ലേ അതിനകത്ത്? ஆமா இது வந்து ஸ்பெஷல் என்னன்னா உங்களுக்கு வண்டியோட வச்சு சார்ஜ் இடலாம். இல்ல പറ്റൂല നമ്മൾ രണ്ടാം ഫ്ലോറിൽ താമസിക്കുന്നു പറഞ്ഞാൽ ബാറ്ററി ഊരിക്കൊണ്ട് ഊരിയെടുക്കാൻ പറ്റും. ബാറ്ററി നമ്മൾ ബാക്കിൽ ഒരു സിമ്പിൾ ഇതിൽ തന്നെ കൊടുത്തിരിക്കും. നമ്മൾ സീറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യണം, ഇതാ ഡിവൈർ ഓഫ് ചെയ്തിട്ട് സാക്കറ്റ് എഴുതിയിട്ട് ഇത് ഒരു സിമ്പിൾ സാക്കറ്റ് കൊടുത്തിട്ട് ഇത് പിടിച്ചെടുത്താൽ വരും. നമ്മളിങ്ങനെ വലിച്ചെടുക്കും, ചാർജ് ചെയ്തിട്ട് അതേമാതിരി കൊണ്ടുപോയി. ഓക്കെ ശരി. ഇതിനാ റേഞ്ച് 140 ஆமா 140 ஸ்போர்ட்ஸ் மாடல்ல. இதுல வந்து ஆப்ஷன் இதுல கொடுத்திருப்பாங்க. ஓகே இதா இருக்கு. எக்கோ மோட் ഇവിടെ ഉണ്ടല്ലേ? எக்கோ மோட் ஸ்போர்ட்ஸ் மோட் ரெண்டு ஆப்ஷன் ഉണ്ട്. எக்கோ மோட் ன்னா 0 to 35, ஸ்போர்ட்ஸ் மோட்னா 0 to 72. ഓക്കേ സപ്പോസ് ഈ അല്ല സ്പീഡിൽ പോണമെങ്കിൽ നമ്മൾ സ്പോർട്സ് മോഡ് യൂസ് ചെയ്യണം. യാതൊരു കാറ്റം ഇതിലെയും ക്യാരി ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഇനി ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, ടർബോ ആണ്, മൂന്നാം സ്വിച്ച് കയറ്റം കയറാനായിട്ട്. കയറ്റം ക്യാരി ഇല്ല, എല്ലാ കയറ്റവും കയറും. സപ്പോസ് ഏതെങ്കിലും കയറ്റം ക്യാരി ഇല്ലെങ്കിൽ ഈ ടർബോ യൂസ് ചെയ്താൽ മതി, കയറ്റം കയറി രണ്ടുപേരും വെച്ച് കയറും. ശരി. അപ്പോൾ അടുത്ത വണ്ടി നോക്കാം. അപ്പം അടുത്ത മോഡൽ ഏതാണ്? ഇത് വന്ന് OKI90. ഇതാ ഇപ്പോൾ ഉള്ള പുതിയ മോഡൽ, ലേറ്റസ്റ്റ് മോഡൽ, ലേറ്റസ്റ്റ് ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഓക്കെ. ഇത് നമുക്ക് ഷോറൂമുക്ക് ഡെമോക്കി തന്നിട്ടുള്ള ഒരു ഇതുകൊണ്ട് നമ്മളിപ്പോൾ வந்து ബുക്കിംഗ് ടൈം പോയിട്ടാണ് വണ്ടി എടുക്കുന്നത്. 3 മാസം ടൈം പറഞ്ഞാണ് ബുക്കിംഗ് എടുക്കുന്നത്. ഓക്കെ. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്? ഇത് പ്രൊസീജിയറിന് ഇതും മൊത്തം ഹെഡ്ലൈറ്റ് എല്ലാം LED தான், ഫുൾ LED. ആമാ. പിന്നെ ഫ്രണ്ട് ടയർ വലിയ ടയർ. ഓക്കെ. അത് അലോയ് വീലൊക്കെ വരുന്നുണ്ട്. ആമാ 180-16 ടയർ. ഫ്രണ്ട് അലോയ് ഡിസ്ക് ബ്രേക്ക് അലോയ് വീല്. പിന്നെ ഇതിൽ வந்து ബാക്ക് ഡിക്കി സ്പേസ് വരും. ഓക്കെ. ഡിക്കി സ്പേസ് കൂടുതലാണോ? ഡിക്കി സ്പേസ് ഉണ്ടല്ലേ? ആമാ ഡിക്കി സ്പേസ് ഉണ്ട്. ഓക്കെ. പിന്നെ ഇത് സ്പെഷ്യൽ ആണ്, ഈ വണ്ടി ബെൽറ്റ് ഡ്രൈവ് ആണ്. ബെൽറ്റ് ആണ്, ബെൽറ്റ് മോട്ടർ സെപ്പറേറ്റ് ആണ്. സെപ്പറേറ്റ്. ഇത് പീക്ക് പവർ வந்து உங்களுக்கு 3800 വரைக்கும் വരും പീക്ക് പവർ. ഇത് வந்து உங்களுக்கு സ്പോർട്സ് മോഡലിൽ 90 കിലോമീറ്റർ സ്പീഡ് വரைக்கும் പോകും. സ്പോർട്സിലാണ് 90 കിലോമീറ്റർ സ്പീഡ് വரைக்கும் പോകും. ഓക്കെ. പിന്നെ ഇതിൻ്റെ ഇതൊക്കെയാണ് വേറെ ഫീച്ചേഴ്സ് എന്താണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ? ഇത് வந்து കീലെസ് വണ്ടിയാണ്. ഇത് കീലെസ് ആണ്. കീലെസ് ആണ്. ഓക്കെ. ഇത് കീ ഇല്ലാമലേ വണ്ടി സ്റ്റാർട്ട് ചെയ്യலாம். ഓക്കെ. പിന്നെ ഇത് കീ എല്ലാം ചിന്ന വീട്ടിലുള്ള പിള്ളേർ வந்து ഒരു ഇത് കമ്പെടുത്ത് കൊടുത്താത അളവൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ഇത് വരുന്നത് കാണിക്കാമോ? ഇത് കീ ഇപ്പം ഇടാൻ പറ്റൂല, ഇത് ലാക്കാണ്. ഈ ലാക്ക് ഓപ്പൺ ചെയ്ത് വെളിയെടുത്താൽ കീ അങ്ങനെ ഇടാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ. കീ ഇങ്ങനെ ഇട്ടിട്ട് ഇതിങ്ങനെ ചെയ്താൽ വണ്ടി ആണായി, ഡിസ്പ്ലേ ഓണായി. ഓക്കെ. ഇതിലെ ഡിസ്പ്ലേ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിലെ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് உங்களுக்கு ട്രിപ്പ് മീറ്റർ വരും. ഓക്കെ. പിന്നെ മെയിൻ മീറ്റർ വരും. പിന്നെ ഇതിലെ ബാറ്ററി കപ്പാസിറ്റി അളവ് കാണിച്ചിട്ടേ ഇരിക്കും. ഇങ്ങനെ കാണിക്കുമല്ലേ? 77% ഇങ്ങനെ കാണിച്ചിട്ട് ഇനി 77% ഉള്ളൂ, അങ്ങനെ കാണിക്കും. പിന്നെ സ്പോർട്സ് മോഡലിന് എന്ത് ഭാഗം കാണിക്കും? എക്കോ മോഡൽ എന്ന് പറയുമ്പോൾ ആ സൈഡ്, ഈ സൈഡിൽ എക്കോ ഇപ്പുറത്ത് വരെ, അപ്പുറത്ത് സ്പോർട്സ് മോഡൽ. ഇതിലെയും உங்களுக்கு வந்து GPS മൊബൈൽ ട്രാക്കിംഗ് എല്ലാം ആഡ് ആയി വരും. പിന്നെ സ്പെഷ്യൽ என்னன்னா ഫ്രണ്ടിൽ ഒരു ബോക്സ് കൊടുത്തിருப்பாங்க. സ്റ്റോറേജ് സ്പേസ് ഉണ്ടല്ലേ? ഒരു ചിന്ന ഒരു മൊബൈലോ ഇതാ വയ്ക്കാൻ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഓക്കെ. പിന്നെ സാധനം എന്തിനും പോണ രണ്ട് തൂക്കിയിടാൻ വേണ്ടി രണ്ട് തൂക്ക് കൊടുത്തിട്ടുണ്ട്. അത് കൊള്ളാം കേട്ടോ. പിന്നെ ഫ്രണ്ട് സ്പേസ് കുറവ് തന്നെ. പിന്നെ അത്യാവശ്യമുള്ള ഫ്രണ്ടിലുണ്ടല്ലേ? അത്യാവശ്യമുള്ള സ്പേസ് ഉണ്ട്. ഒരു സിലിണ്ടറിന് വയ്ക്കാൻ പറ്റൂല, ഇരുന്നാലും അതിലുള്ള സ്പേസ് വയ്ക്കാൻ പറ്റൂല. പിന്നെ ഇതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ലൈറ്റ് എല്ലാം LED അല്ലേ? ലൈറ്റ് മൊത്തം LED ഇതാണ്. പിന്നെ ഇത് ഇടുക്കി നോക്കാം. നമ്മൾക്ക് ആവശ്യത്തിലുള്ള സ്പേസ് ഉണ്ട്, ഇടുക്കി നല്ല സ്പേസ് ഉണ്ട്. ബാറ്ററി ഇതിൽ வந்து உங்களுக்கு ആണ് ഉള്ള ലൈറ്റ് സെറ്റിങ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. മൊബൈൽ ചാർജർ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ലൈറ്റ് ഉണ്ടല്ലേ? ഓക്കെ. പിന്നെ ഇത് മെയിൻ സ്വിച്ച് ഇതിൻ്റെ അകത്താണ്. പിന്നെ ബാറ്ററി ഫുൾ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാറ്ററിക്കും തനി ലാക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. അവിടെ ലോക്ക് ചെയ്തിട്ട് ബാറ്ററി തുറക്കാം. ഇത് നമുക്ക് റിമൂവബിൾ ആണല്ലേ? ഇത് റിമൂവബിൾ ആണ്. ഇത് റിമൂവ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് 72 വാൾട്ടും 50 ആംപിയറും പവറുള്ള ബാറ്ററിയാണ്. 72 വാൾട്ട് 50 ആംപിയർ. ഇലക്ട്രിക് ബൈക്കിൽ ഇതാണ് കൂടുതൽ, ഏറ്റവും കൂടുതൽ പവറുള്ള 72 വാൾട്ട് ഒക്കിനവാലേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ചാർജിങ് സമയമൊക്കെ എങ്ങനെ വരും? ഇതും സെയിം
ഫസ്റ്റ് 80% 1 മണിക്കൂറും ലാസ്റ്റ് 20 ഇത് வந்து 2 മണിക്കൂറും. ഇത് ഒരു ചാർജുക്ക് 160 കിലോമീറ്റർ പോകും. സ്പോർട്സ് മോഡലിൽ 160. എക്കോ മോഡലിൽ வந்து 200 കിലോമീറ്റർ പോകും. ഇത് ബാക്ക് ടയറും വലിയ ടയർ, അതൊക്കെ അലായി വരും. പിന്നെ ഡിസ്ക് ബ്രേക്ക്. ഇതിന്റെ മോട്ടർ வந்து ഇതിന്റെ അകത്താണ് വരും. മോട്ടർ അകത്താണ് വരുന്നത്. വീലിൽ വരില്ല, ഇത് സെപ്പറേറ്റ്. ഇതിന്റെ ഗുണം എന്താണ് ബ്രോ മറ്റേതെന്ന് വെച്ച് നോക്കുമ്പോൾ? മറ്റേ വരുമ്പോഴത്തെ ഗുണം എന്താണ്? ബെൽറ്റ് ഡ്രൈവ് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പവർ കിട്ടും, പീക്ക് പവർ. മറ്റേ പവർ കിട്ടും. നല്ല പവർ ആയിരിക്കും വണ്ടി. നമ്മൾ സാധാ ബൈക്ക് ഓടിക്കുന്ന അതേ ഫീൽ ആയിരിക്കും, സെയിം ഫീൽ ആയിരിക്കും. മോട്ടോർ സേഫ് ആയിട്ട് സേഫ് ആകത്തിരിക്കും. ഈ മഴയത്ത് ഓടിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഈ വണ്ടിയെ പുറത്തേക്കും അരമണിക്കൂർ വരയ്ക്കും തണ്ണിക്കുള്ള മുങ്ങി കിടക്കാം, ഒരു വിഷയം കുഴപ്പമില്ല. അരമണിക്കൂറിൽ വണ്ടിയെ നമ്മൾ റിമൂവ് ചെയ്യണം അവിടെ. അത്രേ ഉള്ളൂ. അതാണ് ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? ഇത് உங்களுக்கு ആൻഡ്രോയിഡ് പ്രൈസ് வந்து സബ്സിഡി പോക 1,50,000 വരും. 1,00,000 രൂപ. നമ്മൾ മറ്റേ പ്രൈസ് പറഞ്ഞില്ലേ? ഹൈ പ്രൈസ് പ്ലസ്ക്ക് வந்து 1,34,000 രൂപ വരും. സബ്സിഡി പോക ഈ രണ്ട് വണ്ടിക്ക് 54,000 രൂപ സബ്സിഡി ഉണ്ട്, ഗവൺമെന്റ് സബ്സിഡി. ഈ സബ്സിഡി പോയിട്ടാണ് വില പറഞ്ഞത്. വാറണ്ടി കാര്യങ്ങളിൽ 3 വർഷം വാറണ്ടി. മോട്ടോർക്കും ബാറ്ററിക്കും 3 വർഷം വാറണ്ടി. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടി നോക്കാം. അടുത്ത മോഡൽ ഏതാണ്? ഇത് வந்து R30. ഈ മോഡലിന്റെ പേര് R30. ഇത് എന്തൊരു സ്പെഷ്യൽ ആണ്? ഇത് രജിസ്ട്രേഷൻ വേണ്ട. നമ്മ ലൈസൻസ് വേണ്ട, റോഡ് ടാക്സ് ഇല്ല, ഒന്നുമില്ല. ഇത് നമ്മൾ ഇത് എന്തിനു വെച്ചാൽ നിങ്ങൾക്ക് ഇത് 0 35 കിലോമീറ്റർ സ്പീഡ് വരയ്ക്കേ പോകുള്ളൂ. 30 കിലോമീറ്റർ സ്പീഡേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇത് 80 കിലോമീറ്റർ മൈലേജ് അടയ്ക്കും ഒരു ചാർജ് 80 കിലോമീറ്റർ അടയ്ക്കും. ഇതും സെയിം ആ വണ്ടി പോലെ തന്നെ ബാറ്ററി റിമൂവ് ചെയ്ത് ചാർജ് ഇടാം. ഇല്ല, ഇത് ഫീച്ചേഴ്സ് കുറവാണ്. ഇത് സാധാരണ നമ്മൾ ഹാലജൻ ബൾബാണ്. ഇൻഡിക്കേറ്ററും സെയിം, എല്ലാം നോർമൽ, എല്ലാമേ നോർമൽ தான். പിന്നെ ബാക്ക് ഫ്രണ്ട് ഡ്രം ബ്രേക്ക് தான் വരും. ഡ്രം ബ്രേക്ക് ഉള്ളൂ, ഡിസ്ക് വരില്ല. ഇല്ല. ഇത് മോട്ടോർ പവർ வந்து 250 വാൾട്ടേ ഉള്ളൂ. പക്ഷേ അലോയ് വീലാണല്ലേ? അലോയ് 250 മോട്ടോർ പവർ, 250 പവറേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ്, എത്ര പേർക്ക് 2 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ? സാധാരണ നല്ല കാറ്റഗറി പറഞ്ഞാൽ ഒരു നോർമൽ ഏരിയയിൽ 2 പേര് യാത്ര ചെയ്ത് പോവാം. ഇത് എത്ര പിന്നെ റേഞ്ച് കിട്ടും? ഇത് ഒരു ചാർജ് 80 കിലോമീറ്റർ. 2 പേരും വെച്ചുണ്ട്. ഇതിനകത്ത് ബാറ്ററി റിമൂവൽ ആണോ? ഇത് ബാറ്ററി റിമൂവൽ തന്നെ. ഇത് ഇതിൻ്റെ അകത്തേക്ക് എടുത്ത് റിമൂവ് ചെയ്യാം. ഇതും ബാറ്ററി റിമൂവൽ ആണല്ലേ? ഊരിയെടുക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് 48 വാൾട്ടും 28 ആംപിയറും ബാറ്ററിയാണ്. അപ്പോൾ ഇതെങ്ങനെ പ്രൈസ് കുറവാണ് ഈ വണ്ടിക്ക്? ഇത് പ്രൈസ് வந்து உங்களுக்கு 80 രൂപ ആ റേഞ്ച്, 75 80 രൂപ റേഞ്ച് വരും. വേറെ ഇതിന്റെ, പക്ഷേ ഇതിന് മോട്ടർ അതിന്റെ കൂടെ വീലിന്റെ കൂടെയാണ് വരുന്നത്. വീലിന്റെ കൂടെ തന്നെ വരുന്നത്. നമ്മളിട്ട് പറഞ്ഞ ഒക്കിനേന്ത്യ ബാലൻസ് എല്ലാമേ വീലിലെ മോട്ടർ വരും. ഒറ്റ മോട്ടറേ ബെൽറ്റ് ഡ്രൈവ്. അപ്പോൾ ഇത് എങ്ങനെ പ്രൈസ് വരുന്നത്? പ്രൈസ് 80,000 രൂപ. ഇത് മറ്റേതെല്ലാം കഴിഞ്ഞിട്ടാണോ? ഇല്ല, ഇൻഷുറൻസ് എല്ലാം വരും, ഇൻഷുറൻസ് ചേർത്ത്. അപ്പോൾ പിന്നെ ഈ നമ്മുടെ ഇതിന് വാറണ്ടി എങ്ങനെ വരുന്നുണ്ടോ? ഇത് അത് സെയിം തന്നെ, 3 വർഷം വാറണ്ടി. ഈ മീറ്റർ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് വരുന്നത് ഇതിനകത്ത്? ഇത് അതേമാതിരി தான். ഇതിലും ട്രിപ്പ് മീറ്ററും കാര്യങ്ങളൊക്കെ, മീറ്റർ, ടൈമും അത്ര തന്നെ വരും. ബാറ്ററി അത് അത്രേ ഉള്ളൂ. മൈലേജ്, ടോട്ടൽ മൈലേജ് അതെല്ലാം വരും. ഇതിന് DRL ഒക്കെ വരുന്നുണ്ടല്ലേ? DRL ഉണ്ട്. ഫ്രണ്ട് கொஞ்சம் സ്പേസ് വരും. ഫ്രണ്ടിൽ സ്പേസ് ഉണ്ടല്ലേ ഇവിടെ? ഇത് ചാർജറാണോ അതിൻ്റെ? ഏത് ഇരിക്കുന്ന ചാർജറാണ്? ഇതാണ് ഇതിൻ്റെ ചാർജർ. എല്ലാ വണ്ടിക്കും സെപ്പറേറ്റ് ചാർജർ വരും. വണ്ടിയെ കൂടെ തന്നെ വരും. ഇതിൻ്റെ ചാർജർ ഇത് കറണ്ടിൽ കൊടുക്കണം, ഇത് വണ്ടിയിൽ കൊടുക്കാം. വണ്ടിയിലേയും കൊടുക്കാം, ഡയറക്റ്റ് ബാറ്ററി എടുത്താൽ ബാറ്ററിയിലേയും കൊടുക്കാം. ശരി, ഓക്കെ. അപ്പോൾ അടുത്ത വണ്ടി നോക്കാം. അടുത്ത വണ്ടി എങ്ങനെയാണ് ബ്രോ? ഇത് നമ്മ അടുത്ത മോഡൽ റിച്ച് പ്ലസ്. ഇതും എല്ലാം ഉണ്ട്, രജിസ്ട്രേഷൻ ഇൻഷുറൻസ് എല്ലാം ഉള്ള മോഡലാണ്. ഇതിന്റെ ബൾബ് ഹാലജനാണ്. ഇത് സാധാ വണ്ടിയാണ്. ഇതിന്റെ റേഞ്ച് 90,000 രൂപ വരും. 90 കിലോമീറ്റർ. പക്ഷേ ബൾബ് എല്ലാം നോർമലാണ്. രജിസ്ട്രേഷൻ ഉള്ള മോഡലാണ്. ഇതും ഫ്രണ്ടും ബാക്കും സാധാ ഡ്രം ബ്രേക്ക് തന്നെ വരും. ഫ്രണ്ട് അലോയ് വീലാണ്. ഇതും ഹബ് മോട്ടറാണ്. ഹബ് മോട്ടർ. വീലിനകത്ത് വരുന്ന മോട്ടർ. വീലിൽ പറഞ്ഞാൽ 800 വാൾട്ട് വരും. 800 വാൾട്ട് ബാറ്ററി. 800 വാൾട്ട്. ഇത് ചെറിയ വണ്ടി, ചിന്ന മറ്റേ വണ്ടി പോലെ ഹൈറ്റ് നോർമൽ വണ്ടി, നോർമൽ ചിന്ന നമ്മ സ്കൂട്ടി പെപ്പ് അന്ത റേഞ്ച് ഉള്ള വണ്ടി. അപ്പോൾ ഇതിന്റെ ബൾബ് എല്ലാം ഹാലജനാണ്? എല്ലാം ഹാലജനാണ്, ഒന്നും LED ഇല്ല. അപ്പോൾ ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് വരുന്നത്? ഇതിലും നോർമൽ എല്ലാ വണ്ടിയിൽ പറഞ്ഞ പോലെ തന്നെ വരും. ഇതിലെയും ഡിസ്പ്ലേയിൽ കാണിക്കും, ബാറ്ററിന്റെ ഇത് കാണിക്കും. മറ്റേതുപോലെ തന്നെ സെയിം മറ്റേ എല്ലാ വണ്ടിയും പോലെ തന്നെ.
പക്ഷേ ഇതിന് തന്നെ കീ നോർമൽ കീ തന്നെയാണല്ലേ? ഇതിന് റിമോട്ട് വരും. റിമോട്ട് ഉണ്ടല്ലേ? റിമോട്ട് ഉണ്ട്. ഓക്കെ ഓക്കെ. ഇത് വന്ന് നമ്മളുള്ള ഒക്കിനാവിലുള്ള എല്ലാ വണ്ടിയുമേ കീലെസ് ആണ്. എല്ലാ വണ്ടിയും കീ ഇല്ലാമലേ വണ്ടി റിമോട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഒക്കിനാവ സ്പെഷ്യൽ അതാണ്, എല്ലാ വണ്ടിയുമേ കീലെസ്. പിന്നെ ഇതിൽ വന്ന് സ്റ്റോറേജ് വരും, ഫ്രണ്ട് സ്റ്റോറേജ് ഉണ്ട്. ഒരു നോർമലാ കൊഞ്ചം പേപ്പർ അന്ന് വായിക്കാനുള്ളതെല്ലാം ഉണ്ട്. ഓക്കെ. പിന്നെ ഇതിന്റെ ബാക്കിൽ 2 ഷോക്ക് ഓബ്സർ വരുന്നുണ്ടല്ലേ? ഇതോ നമ്മ ഒക്കിനാവ എല്ലാ വണ്ടിയും ബാക്കിൽ 2 ഷോക്ക് ഓബ്സർ ഉണ്ട്. ഇത് ബാക്കിൽ പക്ഷേ അലവില്ലല്ലേ? ബാക്കിലല്ലേ? ബാക്കിൽ മോട്ടർ പറ്റൂല. ശരിയാണ്. ഇതും സ്പേസ് എങ്ങനെയാണ്? സ്പേസ് ഉണ്ട്, നോർമൽ സെയിം അതേമാതിരിയാണ്. ബാറ്ററി റിമൂവൽ ടൈപ്പാണ്. തൂക്കി വെളിയെടുത്ത് ചാർജ് ഇടാം. ഓക്കെ. ഇതും 29 ആംപിയർ ബാറ്ററി, 60 വാൾട്ട് 29 ആംപിയർ. ഇതിന്റെ റേഞ്ച് എത്ര കിട്ടും? ഇത് നിങ്ങൾക്ക് 100 110 വരയ്ക്കും പോകും ഒരു ചാർജ്. 110. ഇത് ചാർജ് ചെയ്യാൻ പറ്റാൻ 3 മണിക്കൂർ സമയം എടുക്കും ഇതിനും? ഇത് സെയിം തന്നെ, 3 മണിക്കൂർ. 1 മണിക്കൂറിലെ 80%, ലാസ്റ്റ് 2 മണിക്കൂറിലെ 20% ചാർജ്. ആദ്യം 1 മണിക്കൂർ 80% ചാർജ് ആവും. ഇതിന്റെ ചാർജറൊക്കെ ഏതാണ്? ഇതിന്റെ ചാർജ് വരുന്നത്? ഇതിന്റെ ചാർജറും ഇതാണ്. അതിന്റെ സെയിം തന്നെയാണോ ചാർജ്? ചാർജ് എല്ലാം സെയിം ആതായിരിക്കും. എല്ലാ പിന്നെ സെയിം ആതായിരിക്കും. നമ്മൾ മറ്റേ ആ വണ്ടിക്കാണെങ്കിലോ ഈ മോഡലും സെയിം ചാർജറാണ് വരുന്നത്? ഒക്കിനേന്റിക്ക് വന്ന് കൊഞ്ചം ഒയർ നല്ല തിക്നെസ് ആയിരിക്കും. ഓക്കെ. കുറച്ചൊരു പവർഫുൾ ആയിട്ടല്ലേ? അത് കുഴപ്പമില്ല. ഓക്കെ ബ്രോ, അപ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജ് ലേഡീസിന് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ചെറിയ വണ്ടി ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ്, ചിന്ന വണ്ടി എല്ലാവർക്കും യൂസ് ചെയ്യാം. ലേഡീസിന് എല്ലാവരും യൂസ് ചെയ്യാം. ഇത് വെയിറ്റ് വന്ന് നിങ്ങൾ 78 കിലോ വരും. ഓക്കെ. അപ്പോൾ ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? ഇത് 90 വരും. 90 ഓൺ റോഡ്. ഇത് എല്ലാം ഉൾപ്പെടെ രജിസ്ട്രേഷൻ ഇൻഷുറൻസ് എല്ലാം ഉൾപ്പെടെയാണ് റേറ്റ് വരുന്നത് അല്ലേ? ഓക്കെ ശരി. അപ്പോൾ അടുത്ത വണ്ടി നോക്കാം. അപ്പം ഇതേതാ വണ്ടിയാണ് പുതിയ? ഇത് വന്ന് പ്രൈസ് പ്രോ. ഓക്കെ. ഇത് വന്ന് അതേ സെയിം. ഓക്കെ. ബാക്കിയെല്ലാം സെയിം ആണ്? എല്ലാം സെയിം തന്നെ. ഇതിലും കീലെസ് തന്നെ. പിന്നെ ഇത് വന്ന് ഒരു ചാർജ് സ്പോർട്സ് മോഡലില് 90 കിലോമീറ്റർ പോകും. സ്പോർട്സിൽ 90 കിലോമീറ്റർ പോകും. ഇതിന്റെ ലൈറ്റ് എല്ലാം LED ആണോ? എല്ലാം LED തന്നെ. ഓക്കെ. ഇതുക്കും പ്രൈസ് പ്ലസും ഉള്ള വ്യത്യാസം എന്നാണ് ബാറ്ററിക്ക് പവർ മാത്രം. പ്രൈസ് ബാറ്ററി പവർ കൂടുതലാണ്. അത് പ്രൈസ് കൂടുതൽ, ഇത് അതെക്കാട്ടിലും കുറവ്. ഇത് 30 AH വരും, അത് 46 AH വരും. അതുക്കുള്ള മൈലേജ് ഡിഫറൻസേ ഉള്ളൂ ഇതില്. ഇതും സെയിം തന്നെ, ബാറ്ററി ഊരിയെടുത്ത് വീട്ടിൽ ചാർജ് ചെയ്യാൻ പറ്റും. ഇതും ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്കാണ്. ഇത് മോട്ടോർ പവർ വന്ന് 1000 വാൾട്ട് വരും. 1000 വാൾട്ട് മോട്ടർ. രണ്ടുപേർക്ക് എത്ര കിലോ കപ്പാസിറ്റി വരുന്നത്? ഇത് 150 കിലോ കപ്പാസിറ്റി. ഇതിൽ உங்களுக்கு 5 കളർ വരും. 5 കളർ വരും. ബ്ലൂ, ബ്ലാക്ക്, വൈറ്റ്, യെല്ലോ, റെഡ്. 5 കളർ വരും. ഇത് உங்களுக்கு പ്രൈസ് വന്ന് സബ്സിഡി പോവുക 1,04,000 വരും. 1,04,000 സബ്സിഡി കഴിഞ്ഞിട്ട്. ഇത് 31,500 രൂപ സബ്സിഡി ഉണ്ട്. ഇതിന് 3 വർഷം വാറണ്ടി ഉണ്ട്. 3 വർഷം സെയിം. എല്ലാ വണ്ടിയും മോട്ടറിനും എല്ലാം 3 വർഷം. നമ്മൾ കസ്റ്റമർ വെയിറ്റിംഗ് പീരീഡ് അല്ല. കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഉടനെ സ്റ്റോക്ക് എടുത്ത് കൊടുത്തിട്ട് ആ ഒരു വാറണ്ടി വരുമ്പോൾ നമ്മൾ മാറ്റി വാങ്ങും. കസ്റ്റമർ വെയിറ്റ് ചെയ്യാൻ വയ്ക്കില്ല. ശരി. ഓക്കെ. അപ്പോൾ ശരി. 5 മോഡൽ ഇപ്പോൾ ഉള്ളൂ സ്റ്റോക്ക്? ഇപ്പോഴത്തെ നമ്മളുടെ 5 മോഡലേ ഉള്ളൂ ഇവിടെ. ഓക്കെ. ഇതിന്റെ പ്രൈസ് 90 എന്ന് പറഞ്ഞു. 90. അടുത്ത് ഇനി വന്ന് ഡുവൽ ഒരു മോഡൽ അടുത്തതിൽ വന്നിട്ട് ലോഞ്ച് ചെയ്യാൻ പോകണം. അവർ വന്ന് മറ്റേ ലോഡിങ്, അത് 250 കിലോ വരയ്ക്കും ലോഡ് എടുക്കാൻ പറ്റുന്നുണ്ട്. അടുത്ത് ലൈറ്റ് ഉണ്ട് ഒരു മോഡൽ പറഞ്ഞത്, അതും ലേഡീസ് യൂസ് ചെയ്യാനുള്ള സിമ്പിൾ മോഡലിൽ പറഞ്ഞത്. രണ്ട് മോഡൽ അടുത്ത് വരാൻ പോകണം. ഓക്കെ. അപ്പോൾ ശരി. അപ്പം നിങ്ങളുടെ ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് എന്നുള്ളതാണ്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട്. അപ്പോൾ ശരി ജിൻബ്രോ. ഓക്കെ, താങ്ക് യു.